രണ്ടടി വർഷേ ഇന്നലെ പോയി കളറും ചെയ്ത് സ്പായും ചെയ്ത് 8,000 രൂപയുടെ വർക്കാണ് എന്റെ മുടിയിൽ ചെയ്തത് ഇന്നലെ. നിനക്കെത്തി പറഞ്ഞു മനസ്സിലാക്കി കൂടെ പൂർണിമേ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിന്റെ കെട്ടിയോ നിന്റെ വീട് ഒരു അമ്പലമാക്കും. പിന്നെ അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പോയിട്ടാണോ അവൻ എന്നെ രാമായണ കഥ മൊത്തം പറഞ്ഞു കേൾപ്പിക്കുക. എനിക്കൊന്നും വയ്യ. ശരിക്കും നിന്റെ കെട്ടിയോന്റെ പ്രശ്നം എന്താണ്? എടി കല്യാണം കഴിഞ്ഞ് 1 വർഷമായി. ഏതോ ജോത്സ്യം പറയാനായിട്ട് 6-ാം മാസത്തിൽ തുടങ്ങിയ ഉരുൾച്ചയാണ് അവൻ പിള്ളേരുണ്ടാവാൻ വേണ്ടി. പറഞ്ഞു തീർന്നില്ല, ദോ വരണം. ആറ്റുകാല് ഉദയൻ ഒരു കരിക്കുക എല്ലാ അമ്പലത്തിലും ചെന്ന് നേർച്ചയും നേർന്നിട്ടുണ്ട്, ഉരുളയും ചെയ്തിട്ടുണ്ട്. ഈ കൊല്ലമെങ്കിലും ദൈവം എന്റെ വിളി കേൾക്കും. ഈ കൊച്ചിന്റെ കാര്യം കഷ്ടോടാ. എടാ, 1 കൊല്ലമല്ലേ ആയോളൂ കല്യാണം കഴിഞ്ഞിട്ട്, ഇങ്ങനെ കഷ്ടപ്പെടണ ഒരു ഗ്യാപ്പ് കൂടെ നീ. ടയറ് വരെ 2 കൊല്ലം കിടക്കും. ഇവ എങ്ങനെയുണ്ട് ഉരുണ്ട് ഉള്ളതെല്ലാം കൂടെ തേഞ്ഞോണ്ട് പോകേ ദൈവം. നമ്മുടെ രവിയണ്ണന്റെ കേസ്, വനജ ചേച്ചിയുടെ കേസ്, സുഗോണ്ണന്റെ കാര്യം, ഇവരെല്ലാം അമ്പലത്തിൽ ചെന്ന് നേർച്ച ചെന്ന് ഉരുണ്ടിട്ടാണ് അവർക്ക് പിള്ളേരുണ്ടായെന്നാണ് പറയുന്നത്. അപ്പൊ ഞാനും ആ ദൈവികമായിട്ടുള്ള രീതി പോയ പിള്ളേരുണ്ടാവുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. എടാ, ഈ അമ്പലത്തിൽ കിടന്ന് ഉരുളിച്ച നീ അല്ലേ വേണ്ട, ഞാൻ ഒന്നും പറഞ്ഞ ശരിയാവില്ല. നീയൊക്കെ നിരീശ്വരവാദിയാണെന്നറിയാം, നിന്നിച്ചില്ലെങ്കിലും വന്നിക്ക